കന്യാസ്ത്രീകൾക്ക് NI കോടതിയിൽ നിന്ന് ഇന്നും ജാമ്യം അനുവദിച്ചില്ല. ജാമ്യം ലഭിക്കും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇവിടുന്ന് കോൺഗ്രസുകാരും CPMകാരും പ്ലഗാർഡുകളുമൊക്കെ ഏന്തിക്കൊണ്ട് ഛത്തീസ്ഗഡിലേക്ക് യാത്ര തിരിച്ചത്. പക്ഷേ കോടതി കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തി, കോടതിക്ക് അതിൽ ചില അപാകതകൾ കണ്ടെത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ നിഷേധിച്ചു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കാസ അവരുടെ പേജിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: എല്ലാവർക്കും സന്തോഷമായല്ല അല്ലേ? നിസ്സാരമായി സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിലോ പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ തീരേണ്ടിയിരുന്ന ഒരു സാധാരണ വിഷയത്തെ രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും ജിഹാദികളും ചേർന്നൊരുക്കിയ കെണിയിൽ വീണ സഭാ നേതൃത്വം തങ്ങളുടെ ഓരോ രൂപതകളും ജില്ല തിരിച്ച് DCC ഓഫീസുകൾ പോലെ പ്രവർത്തിച്ച് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് തെരുവിലിറക്കി പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും എല്ലാം നടത്തി കോൺഗ്രസിന് രാഷ്ട്രീയ മുതലെടുപ്പിന് അവസരം ഒരുക്കിക്കൊടുത്തു. ഇവിടെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടത്തെ പോരാഞ്ഞിട്ട് ഛത്തീസ്ഗഡിൽ ചെന്ന് അവിടത്തെ ജയിലിന് മുന്നിൽ അനാവശ്യ ബഹളങ്ങൾ ഉണ്ടാക്കി അവിടെയും വാർത്തകൾ സൃഷ്ടിച്ച് അവിടത്തെ ജനങ്ങളെയും ഹൈന്ദവ സംഘടനകളുടെയും പരമാവധി പ്രകോപിപ്പിച്ച് അവിടത്തെ സർക്കാരിനും കോടതിക്കും എല്ലാം സമ്മർദ്ദമുണ്ടാക്കി ഈ അവസ്ഥയിൽ എത്തിച്ചു. സമാധാനമായല്ലോ. പതിവിന് വിപരീതമായി സംസ്ഥാന BJP നേതൃത്വം ഇത്തരമൊരു വിഷയത്തിൽ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ആത്മാർത്ഥമായി രംഗത്തിറങ്ങുമ്പോൾ അതിനോട് സഹകരിക്കുന്നതിന് പകരം നിങ്ങൾ നടത്തിയത് ബുദ്ധിശൂന്യമായ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ തരം താണ രാഷ്ട്രീയ കളികളാണ്. നിങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയുള്ള രാഷ്ട്രീയ കളികൾ കാരണം അനുഭവിക്കേണ്ടി വരുന്നത് പ്രായമായ ആ 2 പാവം കന്യാസ്ത്രീകൾ മാത്രമാണ്. നിങ്ങൾ നടത്തുന്ന പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഒന്നും ആ കന്യാസ്ത്രീകളോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് കോൺഗ്രസ് പാളയത്തിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം. അല്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ കേരളത്തിനുള്ളിൽ ജോസഫ് മാഷ് മുതൽ ഇക്കഴിഞ്ഞ ജൂൺ മാസം 30-ാം തീയതി മുസ്ലിം ലീഗുകാരാൽ ആക്രമിക്കപ്പെട്ട കാഞ്ഞങ്ങാട് കന്യാസ്ത്രീ വരെ ജിഹാദികളിൽ ആക്രമിക്കപ്പെട്ട വൈദികരും കന്യാസ്ത്രീകളുടെ കണക്കുകൾ ഞങ്ങൾക്ക് പറയേണ്ടി വരും എന്നാണ് കാസ ഫേസ്ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ നിന്ന് ബഹളം വെച്ച് കോൺഗ്രസ് CPMകാരും ഒക്കെ അവിടെ ചെന്ന് കയറിയിട്ട് കാണിച്ചു വെച്ച ഈ നാടകങ്ങളെ, അതായത് ഇത്തരത്തിൽ ചില നാടകീയ സംഭവങ്ങൾ ഇവർ ഉണ്ടാക്കുന്നു, രാഷ്ട്രീയമായി മുതലെടുപ്പുകൾ എടുക്കുന്നു. ആ രാഷ്ട്രീയ മുതലെടുപ്പുകളെ ഒരുപക്ഷെ ഹൈന്ദവ സംഘടനകളെ കൂടുതൽ പ്രകോപിപ്പിച്ചിട്ടുണ്ടാവും. അവർ പറഞ്ഞത് കള്ളമാണ്. അവർ BJP സർക്കാരിന് അനുകൂലമായി അല്ലെങ്കിൽ BJP സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, ക്രൈസ്തവരെ ഉപദ്രവിക്കാൻ വേണ്ടിയാണ് അവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചരണങ്ങളാണ് അവർ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങളടക്കം ചില കാര്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അവിടെ ഉള്ള കന്യാസ്ത്രീകൾക്കാണ് എന്നാണ് കാസ പറയുന്നത്. ഇവർക്കെതിരെ കൂടുതൽ പ്രകടനവുമായൊക്കെ ഈ ജയ് ശ്രീറാമൊക്കെ വിളിച്ച ബജ്രംഗ് ദൾ പ്രവർത്തകർ രംഗത്ത് വരുന്നുണ്ട്. അതായത് ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ആരോപിച്ച് അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാതെ സെഷൻസ് കോടതി, ദുർഗ് സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കാതിരുന്നത്. കേസ് ബിലാസ്പൂർ NIA കോടതിയിലേക്ക് മാറ്റി. കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തപ്പെട്ട വകുപ്പുകൾ ഗുരുതരമാണ്. ഈ സാഹചര്യത്തിൽ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ സാധിക്കില്ലെന്ന് കോടതി പറഞ്ഞു. സാധാരണഗതിയിൽ ഇത്തരം കേസുകൾ പരിഗണിക്കുന്നത് NIA കോടതിയാണെന്നും കോടതി നിരീക്ഷിച്ചു. ഇതോടെ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചേക്കും. കന്യാസ്ത്രീകൾക്കായി ദുർഗിലെ പ്രമുഖ അഭിഭാഷകർ അഡ്വക്കേറ്റ് രാജ്കുമാർ തിവാരിയാണ് ഹാജരായത്. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ മജിസ്ട്രേറ്റ് കോടതി തള്ളിയതോടെയാണ് സെഷൻസ് കോടതിയെ സമീപിച്ചത്. ഇതിനിടെ നിയമ വനിതാ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന വൈദികരും കന്യാസ്ത്രീകളും അടങ്ങുന്ന CBCI സംഘവും റായ്പൂരിൽ എത്തിയിട്ടുണ്ട്. കേസ് ഇനി ബിലാസ്പൂർ NIA കോടതിയാകും പരിഗണിക്കുക. കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകാത്ത വാർത്ത പുറത്തു വന്നതോടെ ജയ് ശ്രീറാം മുദ്രാവാക്യം വിളിച്ച ആഹ്ലാദ പ്രകടനവുമായി ബജ്രംഗ് ദൾ പ്രവർത്തകർ രംഗത്തെത്തി. കേസ് പരിഗണിക്കുന്നത് അറിഞ്ഞ് നേരത്തെ തന്നെ ബജ്രംഗ് പ്രവർത്തകർ കോടതിക്ക് മുന്നിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. സംഘ് പരിവാർ സംഘടനയായ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ യുവജന വിഭാഗം ബജ്രംഗ് ദളിന്റെ നേതൃത്വത്തിൽ സ്ത്രീകളും യുവാക്കളും അടക്കമുള്ള തീവ്ര ഹിന്ദുത്വവാദികൾ ജയ് ശ്രീറാം മുഴക്കി രംഗത്ത് വന്നത്. ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുതെന്ന് ഇവർ ആവശ്യപ്പെട്ടു. മിണ്ടരുത്, മിണ്ടിയാൽ മുഖമടിച്ചു പൊളിക്കും
എന്ന് പറഞ്ഞ ജ്യോതി ശർമ്മയാണ് പ്രകടനത്തിൽ മുന്നിൽ നിന്നത്. കന്യാസ്ത്രീകൾ പ്രവർത്തനം നടത്തി, അതായത് പരിവർത്തനം നടത്തി, ഇത് തെളിയിക്കുവാനുള്ള ശക്തമായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ജ്യോതി ശർമ്മ പറയുന്നത്. കന്യാസ്ത്രീകൾ മതപരിവർത്തനം നടത്തി, ഏത് കോടതിയിലും ഇത് തെളിയിക്കും. കുട്ടികൾ കരഞ്ഞു പറയുന്ന വീഡിയോ കോടതിയിൽ ഹാജരാക്കും. കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകരുത് എന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ശക്തമാക്കും. ജാമ്യം അനുവദിച്ചാൽ അതിനെതിരെ മേൽക്കോടതിയെ സമീപിക്കും. മതപരിവർത്തനം നടത്താൻ പെൺകുട്ടികളെ കടത്തിക്കൊണ്ടു പോകുന്നു എന്നാരോപിച്ചാണ് ചേർത്തല ആസ്ഥാനമായ അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ്, അതായത് ഡീൻ ഗാർഡ്സ് സന്യാസ സഭയിലെ അംഗങ്ങളായ സിസ്റ്റർ മേരി, സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് എന്നിവരെ കഴിഞ്ഞ വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്തത്. സിസ്റ്റർ പ്രീതിയാണ് കേസിലെ 1-ാം പ്രതി. സിസ്റ്റർ വന്ദന 2-ാം പ്രതിയാണ്. നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമത്തിലെ വകുപ്പും സെക്ഷൻ 4 BNS 143 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇവർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത്. 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് അറസ്റ്റിലായ കന്യാസ്ത്രീകളെ നിലവിൽ ദുർഗ് സെൻട്രൽ ജയിലിലാണ് പാർപ്പിച്ചിരിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അതായത് ബജരംഗ് ദൾ ജയ് ശ്രീറാം വിളിക്കുന്നതിനോടോ മുദ്രാവാക്യം വിളിക്കുന്നതിനോടോ കോടതി മുന്നിൽ വന്നു നിന്ന് പ്രതിഷേധം അറിയിക്കുന്നതിനോടോ ഒന്നും വലിയ താല്പര്യമില്ല, അതിനെ അനുകൂലിക്കുന്നുമില്ല. പക്ഷേ അവിടെ മതപരിവർത്തനം നടന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരണം. കേരളത്തിലും ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തണം. ഇത്തരത്തിൽ ഛത്തീസ്ഗഡ്, ഒഡീഷ സ്ഥലങ്ങളിൽ നിന്നൊക്കെ പെൺകുട്ടികളെ ജോലിക്കായി എന്ന് പറഞ്ഞുകൊണ്ട് പല ഏജന്റുമാരും പല കന്യാസ്ത്രീ മഠത്തിലും എത്തിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കേരളത്തിലുള്ള മഠങ്ങളിലും ഇത്തരത്തിൽ പെൺകുട്ടികളെ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയൊക്കെ എത്തിച്ചുകൊണ്ട് മതപരിവർത്തനം നടത്തുന്നുണ്ട്. മതപരിവർത്തനം നടത്തി കൂടുതൽ കാര്യങ്ങൾ അല്ലാതെ അവരുടെ മതത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ, അവരൊക്കെ ഈ മഠങ്ങളിൽ സുരക്ഷിതരാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. ഇവരെ ആഗ്രയിലെ സഭയുടെ കീഴിലുള്ള ആശുപത്രിയിലേക്ക് ജോലിക്ക് തന്നെയാണോ കൊണ്ടുപോകാൻ ഈ ഛത്തീസ്ഗഡിലെ സിസ്റ്റർമാർ ശ്രമിച്ചത്, അല്ലെങ്കിൽ കന്യാസ്ത്രീമാർ ശ്രമിച്ചത്, അതോ മറ്റെന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടണം. ഇവിടെ രാഷ്ട്രീയ മുതലെടുപ്പിനപ്പുറം നമ്മുടെ രാജ്യത്തെ പെൺകുട്ടികൾ പല രീതിയിലും പീഡിപ്പിക്കപ്പെടുന്നു. അത് ശാരീരികമായും മാനസികമായും. അതിനുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിന്ന് അതിനെ നേരിടുകയാണ് വേണ്ടത്. അല്ലാതെ എന്തെങ്കിലും കേൾക്കുമ്പോൾ പ്ലഗ് ഗാർഡും പിടിച്ചുകൊണ്ട് ഇവിടെ നിന്ന് കുന്തത്തിൽ കയറി ഛത്തീസ്ഗഡിലോട്ട് പോയിട്ട് അവിടെ ഈ കാര്യങ്ങൾ ചെയ്യുകയല്ല വേണ്ടതെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ കാസ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നു. ജോസഫ് മാഷിന്റെ കൈവെട്ടിയപ്പോൾ പ്രതികരിക്കാത്തവർ, പാല രൂപതയിലെ അച്ഛനെ ഉപദ്രവിച്ചപ്പോൾ, കാഞ്ഞങ്ങാട് കന്യാസ്ത്രീയെ ഉപദ്രവിച്ചപ്പോൾ, ജിഹാദികൾ ആക്രമിച്ചപ്പോൾ എന്ന് പ്രതികരിക്കാത്തവർ ഇവിടെ നിന്ന് ഛത്തീസ്ഗഡ് വരെ പോയി പ്രതികരിക്കാൻ കാണിച്ച മനസ്സിന് വളരെ നന്ദി അറിയിക്കാതിരിക്കാൻ കഴിയില്ല. അതായത് കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും ഇവർ ബോധവാന്മാരല്ല. അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനോ അതിൽ പ്രതിവിധി കണ്ടെത്താനോ ഒന്നും ഇവർ നിൽക്കാതെ ഛത്തീസ്ഗഡ് BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനമായതുകൊണ്ട് അവിടെ പോയി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക എന്നുള്ളതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.